ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഇവിടെ മുന്നേ സംസാരിച്ചതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രതിപക്ഷം എന്ന ഒരു കൺസെപ്റ്റില്ല. 19 പേരും ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ ഇടപെടേണ്ട ആളുകളാണ്. തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഇവിടെ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളത്. പോകാനായിട്ട് നമുക്ക് കഴിയുന്നു. തീർച്ചയായും പോളി വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. നന്നായി കാര്യങ്ങൾ ഇടപെടുന്ന ആൾ നിലയ്ക്ക് നന്നായി തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയും. ഒപ്പം തന്നെ ആരുടെ കൂടെയുള്ള ടീം 8 പേരാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുമ്പ് ഇത്തരം മേഖലയിൽ പ്രവർത്തിച്ച് നന്നായി കഴിവ് തെളിച്ചിട്ടുള്ള ആളുകളാണ്. അത് തീർച്ചയായും ഒരു ഭരണസമിതിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എന്തായിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഈ അവസരത്തിൽ അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. ആറോടെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായി, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ ഭംഗിയായി നിർവഹിക്കാനായിട്ട് മാഡത്തിൻ്റെ ടീമിനും കഴിയും. പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റായി വരാണ്. ഏറ്റവും അഭിമാനപൂർവ്വം ഇനി 5 വർഷക്കാലം കൂടിക്ക് ഈ പഞ്ചായത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി, പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാത്ത ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന എല്ലാ കഴിവും പ്രാപ്തിയുള്ള ആളാണ്. കൂടിക്ക് എല്ലാവിധ ആശംസകളും ഈ ഭരണസമിതിക്ക് ഈ മേലൂരിനകത്ത് വികസന പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. വേലൂരിന്റെ വികസനത്തിൽ വോട്ടർമാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. വേലൂരിന്റെ അമരക്കാരൻ ഒളിപുളിക്കൻ സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ. പ്രിയ സഖാവിന് അഭിവാദ്യങ്ങൾ നേരുന്നു ചാർത്തുന്നു. ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. ഇടതു മുന്നണി സിന്ദാബാദ്. അമരന്മാർ അവർ വീരന്മാർ.